Hello guys, my name is Ben and welcome to my channel English and Tech. ഇത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽ ഇൻ മലയാളം ചാനലാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആസ്കിംഗ് ഫോർ എ ലീവ് ഓവർ ഫോൺ. നമ്മുടെ ബോസിനോട് ഫോൺ വിളിച്ചിട്ട് എങ്ങനെ ഒരു ലീവ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാം. നമുക്ക് പനിയോ തലവേദനയോ വയറിന് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാവും. അന്നത്തെ ദിവസം നമുക്ക് ഓഫീസിൽ പോകാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും നമ്മുടെ കൊച്ചിന്, ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൊച്ചിന് സുഖമില്ല, അല്ലെങ്കിൽ വൈഫിന് എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവിന് സുഖമില്ല, അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അന്നത്തെ വർക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളങ്ങനെ വർക്ക് മാറ്റി വെക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ബോസിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഫോം ചെയ്യണം. നോർമലി നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻഫോം ചെയ്യുന്നത്? നമ്മൾ ഫോൺ വിളിച്ചാണ് ഇൻഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇന്നത്തെ ലെസൺ ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. എങ്ങനെ ഫോണിലൂടെ ബോസിനോട് ലീവ് വിളിച്ച് പറയാം. ഓക്കെ, ലെസണിലോട്ട് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, മനസ്സിലായാൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ലെസണിലോട്ട് കിടക്കാം. റൈറ്റ്, ഓക്കെ. നമ്മളിനി ആദ്യം നോക്കാൻ പോകുന്നത് ഒരു സിക്ക് ലീവ് എങ്ങനെ വിളിച്ച് പറയാമെന്നാണ്. സിക്ക് ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് സുഖമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോസിനെ അറിയിക്കുന്നു നമുക്ക് സുഖമില്ല, ഇന്ന് വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 2-3 എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഏതെങ്കിലും ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ് തന്നെയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ച പേരിന് പകരം അവിടെ നിങ്ങളുടെ ബോസിൻ്റെ പേരും നിങ്ങളുടെ പേരും വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ, നമ്മൾക്ക് പനിയാണെങ്കിൽ നമ്മളെങ്ങനെ വിളിച്ച് പറയും? ഓക്കെ, നമ്മൾ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം, ഹലോ, ഈസ് ദിസ് രമേഷ് സർ? അപ്പോൾ അവിടെ നിന്ന് എന്ത് പറയും? യെസ്. അപ്പോൾ നമ്മൾ എന്ത് പറയാം? ദിസ് ഈസ് അജിത്, ഐ ഹാവ് ഫീവർ ആൻഡ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടുഡേ. റൈറ്റ്, രമേഷ് സർ, ദിസ് ഈസ് അജിത്, ഐ ഹാവ് ഫീവർ ആൻഡ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടുഡേ. റൈറ്റ്, ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഹായ് സർ, ഐ ഹാവ് ടു യൂസ് എ സിക്ക് ലീവ് ടുഡേ. ഐ എം ഫീലിംഗ് ടെറിബിൾ സ്റ്റൊമക്ക് പെയിൻ റൈറ്റ് നൗ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്കിപ്പോൾ വളരെ ശക്തമായ വയറുവേദനയുണ്ട്, എനിക്ക് ഐ എം നോട്ട് ഫീലിംഗ് വെൽ, എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഇന്നൊരു സിക്ക് ലീവ് എടുത്തോട്ടെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, ഹായ് സലീം, ദിസ് ഈസ് ജോ, ഐ വാണ്ടഡ് ടു ലെറ്റ് യു നോ ദാറ്റ് ഐ എം ടു സിക്ക് ടു കം ടുഡേ. ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാറാന്നറിയോ? നമ്മൾ മാനേജ്മെൻറ്റിനോട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, മേ ബി നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജറോ അല്ലെങ്കിൽ പർച്ചേസ് മാനേജറോ അങ്ങനെ ഡയറക്റ്റ് മാനേജറിൻ്റെ അണ്ടറിൽ കുറച്ചുകൂടി ഹൈ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവിടുത്തെ അഭിസംബോധന തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഹായ് സലീം എന്നാണ് പറയുന്നത്, സാറ് കൂട്ടാതെ. അതായത് അവർ സെയിം ലെവലിലുള്ള ആൾക്കാർ. ഹായ് സലീം, ദിസ് ഇസ് ജോ, ഐ വോണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ് ഐ എം ടു സിക്ക് ടു കം ടുഡേ. എനിക്ക് തോന്നുന്നു ഈ 3 എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് മോർ ദാൻ ഇനഫ് ആണ് ഒരു സിക്ക് ലീവ് വിളിച്ച് പറയാൻ, അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കിയാലോ. അടുത്തത് ബാക്കിയുള്ള എമർജൻസി ലീവുകൾ എങ്ങനെ വിളിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൊച്ചിന് സുഖമില്ലാണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് സുഖമില്ലാണ്ടായി കഴിഞ്ഞാലോ ഒക്കെ എങ്ങനെ എമർജൻസി ലീവുകൾ വിളിച്ച് പറയാം. ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ, ഹായ് ജോൺ, ദിസ് ഈസ് മഞ്ജു, ഐ ഹാവ് സം അർജൻറ്റ് പേഴ്സണൽ മാറ്റേഴ്സ് ടു ഡീൽ വിത്ത്, ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ദ ഓഫീസ് ടുഡേ. റൈറ്റ്, എന്താ പറഞ്ഞിരിക്കുന്നത്? ഹലോ ജോൺ, ഇത് മഞ്ജു ആണ്, എനിക്ക് വളരെ അർജൻറ്റായിട്ടുള്ള കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ബോസിനോട് പറയേണ്ടതായിട്ടുള്ളതല്ലാത്ത പേഴ്സണൽ മാറ്റേഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് കൺഫ്യൂസായി അല്ലേ? ഓക്കെ, ഞാനും കൺഫ്യൂസായി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കണം, പക്ഷേ അതെന്തിനാന്നുള്ള ബോസിനോട് പറയണം. വളരെ പേഴ്സണലായിട്ടുള്ള എന്തോ കാര്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെൻറ്റൻസ് ഉപയോഗിക്കാം. ഹായ് ജോൺ, ദിസ് ഈസ് മഞ്ജു, ഐ ഹാവ് സം അർജൻറ്റ് പേഴ്സണൽ മാറ്റേഴ്സ് ടു ഡീൽ വിത്ത്, ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ദ ഓഫീസ് ടുഡേ. എന്ന് വെച്ചാൽ എന്താ? എനിക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്ന് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഓക്കെ, ഇത് നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. എമർജൻസി ലീവിൽ, സതീഷ്, ദിസ് ഈസ് അലി, മൈ ഡാഡ് വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടുഡേ മോർണിംഗ്, ഐ എം നോട്ട് ഷുവർ വാട്ട് ഈസ് എ പ്രോബ്ലം,
is, but I don't think I can come today. I will send you an update later. അപ്പോൾ ഇത് പറയുന്നത് സതീഷ്, ഇത് അലിയാണ്. എൻ്റെ പിന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ പപ്പ രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, എമർജൻസിയിലോട്ട്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല. ഞാൻ നിനക്ക് അപ്ഡേറ്റ് പിന്നെ തരാം. അപ്ഡേറ്റ് പിന്നെ തരാമെന്ന് പറഞ്ഞാൽ എന്തായി, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ വിളിച്ച് പറയാം. കുറച്ച് കൂടുതലായിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള സമയമാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. സതീഷ്, this is Ali. My dad went to the hospital today morning. I'm not sure what the problem is, but I don't think I can come today. I will send you an update later. വളരെ ധൃതിയിൽ നമ്മൾ വിളിച്ച് പറയാണ്. എൻ്റെ പാപ്പ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, എന്താ സംഭവിച്ചതെന്നറിയില്ല എനിക്ക്, പക്ഷേ ഇന്ന് വരാൻ പറ്റില്ല, ഞാൻ പിന്നെ നിന്നെ വിളിച്ച് പറയാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മൾക്ക് കൊച്ചിന് സിക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന എക്സാമ്പിൾ. ഹായ്, മൈ സൺ ഓൾ ഓഫ് എ സഡൻ ഗോട്ട് റിയലി സിക്ക്. I have to take him to the hospital. I doubt I can't reach the office after this. Will that be okay to take an off? ഇത് സാധാരണ ഒരു എംപ്ലോയി മാനേജറെ വിളിച്ച് പറയുന്നത്. ഓക്കെ, എൻ്റെ പയ്യൻ, എൻ്റെ മകൻ പെട്ടെന്ന് സിക്കായി, എനിക്ക് അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിലെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇന്നൊരു ഓഫ് എടുത്താൽ ഓക്കെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? വളരെ പൊളൈറ്റായിട്ട്, വളരെ എന്താണ് വിനീതമായിട്ടാണ് നമ്മളിത് ചോദിക്കുന്നത്. ഹായ്, മൈ സൺ ഓൾ ഓഫ് എ സഡൻ ഗോട്ട് റിയലി സിക്ക്. ഐ ഹാവ് ടു ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ. ഐ ഡൗട്ട് ഐ കാൺട്ട് റീച്ച് ദ ഓഫീസ് ആഫ്റ്റർ ദിസ്. വിൽ ദാറ്റ് ബി ഓക്കെ ടു ടേക്ക് ഇൻ ഓഫ്? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിക്ക് ലീവുകളും ബാക്കിയുള്ള എമർജൻസി ലീവുകളും ഒക്കെ വിളിച്ച് പറയുന്നത്. ഓക്കെ, ഹോപ്പ് യു എൻജോയ് ദ ലെസൺ. അപ്പോൾ ലെസൺ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത ലെസണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.